ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആബിദ് സയ്യിദ് തങ്ങൾ MLA പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ചില ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരെയും ഞങ്ങൾ പറയുന്നില്ല, മാന്യമായ ആളുകളൊക്കെ അതിലുണ്ട്. നമ്മളൊക്കെ പ്രതിപക്ഷ MLA-മാരോടും ഭരണപക്ഷ MLA-മാരൊക്കെ കാണുന്നതും അഭിപ്രായവ്യത്യാസങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഒക്കെയാണ്. അതിനൊക്കെ അതാത് രൂപമുണ്ട്. അതേപോലെ സംസാരിക്കും, നമ്മളെ പ്രതിഷേധം നീ അറിയിക്കും, അല്ലെങ്കിൽ നമ്മളെ പ്രയാസങ്ങൾ പറയും. ഇത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് അവിടുന്ന് ഇത് വഷളാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ ഇപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട MP-നെ ഇതിന് നേരത്തെ ചെയ്തു ഒരു പ്രാവശ്യം വന്നപ്പോൾ. അതേപോലെ ഈ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഒക്കെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് മുസ്ലിം ലീഗും UDF-ഉം മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി, അതേപോലെ മാറാക്കര പഞ്ചായത്തിലെ കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ പ്രകടനത്തിനും മുന്നിൽ ജനപ്രതിനിധികളുണ്ടായിട്ടുണ്ട്, ലീഗിന്റെയും അതേപോലെ UDF-ന്റെയും. ഇവിടെ ഏറ്റവും അവസാനം കാടാമ്പയെ അറസ്റ്റ് ചെയ്ത് കൊടുന്നതിൽ 4 വനിതാ ലീഗിന്റെ മെമ്പർമാരുണ്ടായിട്ടുള്ളത്. അന്ന് നേരത്തെ ആദ്യം പോയ ആൾ ഞാനാണ് സ്റ്റേഷനിൽ പോയത്. അവിടുത്തെ കാര്യങ്ങൾ MLA-യുമായി വിളിച്ച നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞാൻ സംസാരിച്ച് അവരെ അന്ന് ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ MLA ഇവിടെ വന്നില്ലെങ്കിലും എല്ലാ കാര്യത്തിനും MLA നമ്മോട് ഇതിനുമായി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. ഒരു MLA-ക്ക് അങ്ങനെ കഴിയുള്ളൂ. ഇവിടെ വരണ്ടിയിലേറെ മറ്റ് സ്ഥലങ്ങളിൽ പോയി കാണേണ്ട ആളുകളെ കാണുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർക്ക് അറിയും ചെയ്യാം. പക്ഷെ അതൊക്കെ മൂടി വെച്ച് വേറൊരു പ്രചരണമാണ് ഇവിടെ കാണുന്നത്. അതിന്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. അത് ഇപ്പൊ തിരിച്ചറിഞ്ഞത് ഏറ്റവും അവസാനം കഴിഞ്ഞ മിനിയാന്നാണ്. അന്ന് മുതൽ പാർട്ടി തീരുമാനം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കാര്യത്തിൽ പാർട്ടി അതുമായി അവസാനം വരെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയിലെ ഈ ആളുകളെ ഈ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കലും എന്താണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.